എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുണ്ട്. നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മനോഹർ ആകപ്പാടെ പെട്ടുപോയി. ക്ഷേത്രത്തിൽ കൂടെ കിടന്ന് നെട്ടോട്ട് ഓടുവാണ്. കാരണം ഒരു മാരണം ഒന്ന് പോയി കഴിഞ്ഞുള്ളൂ സരിയു. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കഴിഞ്ഞ് ഒരു നടുവ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനുമാണ് അതിനേക്കാളും വലിയ കുരിശുകൾ വരുന്നത്. മനോഹറിന് സഹിക്കാൻ പറ്റുമോ? കാരണം കല്യാണിയും ജുബാനെയും നിഷയും കൂടെ വരുന്നിടപ്പത്തേനും മനോഹറിന്റെ നെഞ്ചു പറഞ്ഞു പോയി. പെട്ടെന്ന് വരുണിനോട് പറഞ്ഞു, അതെ എന്റെ മുറപ്പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങളുടെ എസ്കേപ്പ് ആവുകയാണ്. അവരങ്ങോട്ട് കയറി വരുന്ന കണ്ടപ്പം വരുണിന് സന്തോഷമായി. വരുൺ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ്. അപ്പം വരുണിനോട് ചോദിച്ചു, അവനെന്തേ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കാം. ഉണ്ടായിരുന്നു കല്യാണിച്ചി. ഇപ്പൊ നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്റെ മുറപ്പെണ്ണുങ്ങളാന്ന് പറഞ്ഞ് എസ്കേപ്പ് ആയേക്കുവാന്ന് പറയണം. നല്ല കാര്യം. അങ്ങനെയാണ് അവനോട്ട് ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് നിഷ പറയണം. അല്ല വിഷ് കൈനീട്ടം കിട്ടിയോന്ന് ചോദിക്കാം. കൈനീട്ടം കിട്ടിയോന്നോ? അവനല്ലേ ആള്. നല്ല ഒന്നാമത്തെ ഒരു നെക്ലേസ് തന്നെ സ്വർണത്തിന് തന്നേന്ന് പറയണം. അത് മാത്രല്ല അച്ഛനും അമ്മയ്ക്കും ഒക്കെ വെള്ളി നാണയം കൊടുത്തിരിക്കുന്ന പറയാം. കൊള്ളാം, അവന്റെ കുറച്ച് പൈസ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം. അത് മാത്രല്ല അവള് വന്നിട്ടുണ്ടായിരുന്ന ആ സരുവിന്റെ കണ്ണ് വെട്ടിച്ചിട്ടാ അവൻ നടന്നേ. പിന്നെ അവന്റെ കള്ളത്തരം ഇപ്പൊ പൊളിച്ചെടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അവരുടെ മുന്നിലേക്ക് പോയി ചെന്ന് പെട്ടില്ല എന്ന് പറയണം. കല്യാണി പറഞ്ഞു, അതൊരു കണക്കിന് നല്ലായി. കുറച്ച് കാലം കൂടി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അവന്റെ സമയം അടുത്തിട്ടില്ല. അവന്റെ സമയമാകുമ്പോൾ നമുക്ക് പണി കൊടുക്കാന്ന് പറയാ. ആ സമയം നിഷ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ ഒളിച്ചു നിപ്പുണ്ടായിരിക്കുമല്ലോ. അവന്റെ അടുത്തേക്ക് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അപ്പൊ കുഴപ്പമില്ലോ എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, വരുൺ ഇപ്പൊ വന്ദനയായിട്ട് അങ്ങോട്ട് മാറി നിന്നോ. ഞങ്ങളെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടില്ല, അറിയത്തുമില്ല. അവന്റെ കാര്യം ഞങ്ങൾ മാനേജ് ചെയ്തോളാന്ന് പറയണം. പറഞ്ഞ ആ ഭാഗത്തേക്കാ പോയേക്കണേന്ന് വരുൺ പറയുവാണ്. പിന്നീട് എന്ത് ചെയ്യണം, അങ്ങനെ കല്യാണിയും ജുബാനെയും നിഷയൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ചെന്നിയപ്പത്തിനും മനോഹർ ഇങ്ങനെ പേടിച്ചാണ്ടെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. ഇവര് പുറകെ കൂടെ ചെന്നാൽ കണ്ടില്ല. പെട്ടെന്ന് കല്യാണി പുറകെ ചെന്നിട്ട് മനോഹരെ വിളിച്ചങ്ങ് തട്ടി വിളിക്കുകയാണ്. മനോഹർ ഒരു നിമിഷം ഞെട്ടി തിരിഞ്ഞു നോക്കി. കല്യാണിയച്ചോ, കല്യാണിയച്ചോ എന്താ ഇവിടെ എന്ന് പറഞ്ഞൊരു വെപ്രാളമായിരുന്നു. ക്ഷേത്രമല്ലേ മനോഹറെ, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാ. വിഷുവൊക്കെ ആയിട്ട് ക്ഷേത്രത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാന്ന് കരുതി. അപ്പോഴാണ് ജുബാനെ കണ്ടത്. അല്ല ഇത് ജുബാൻ എന്തിനാ ക്ഷേത്രത്തിൽ വന്നതെന്നായിരിക്കും അല്ലേ? ജുബാൻ ഞങ്ങളൂടെ വന്നാന്ന് പറയാൻ. വിഷുവല്ലേ, ജുബാനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം. അപ്പൊ നിഷയെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന്റെ മുഖത്ത് രക്തമയം ഇല്ലായിരുന്നു. ദൈവമേ, ഇനിയിപ്പോ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്ന പോലും അറിയത്തില്ല. ഈ സമയം കല്യാണി ചോദിച്ചു, അല്ല വിഷുവായിട്ട് നിന്റെ ഭാര്യയെ നീ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നില്ലെന്ന് നിൽക്കും. അല്ല അത് പിന്നെ അവൾക്ക് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടേ അവൾക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ വിഷുവായതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഇറങ്ങിയതാന്ന് പറയാം. ആണോ, നീ വിഷുവായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുവോ, അതോ ക്ഷേത്രത്തിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന മറ്റെന്തെങ്കിലും കാരണത്തിനാണോന്ന് നിഷ ചോദിക്കുകയാണ്. എന്ത് കാര്യത്തിന്? അങ്ങനെയൊന്നുമില്ല. അല്ല വിഷു ആകുമ്പം നല്ല നല്ല പെൺകുട്ടികളൊക്കെ ക്ഷേത്രത്തിൽ വരുമല്ലോ. അങ്ങനെ വരണ സമയത്ത് അവരെയൊക്കെ വളച്ചെടുത്ത് കാശുള്ള വീട്ടിലാണെങ്കിൽ കാശ് തട്ടിയടിക്കാലോ. അതിനു വേണ്ടി നീ ഇതിലപ്പുറം നാടകം കളിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം മനോഹർ എന്ന് പറയാണ്. ഇത് കേട്ട മനോഹർ, അങ്ങനത്തെ പണിയൊന്നും എനിക്കില്ല. അതൊക്കെ ഞാൻ പണ്ടേ നിർത്തുക. ഇപ്പൊ ഞാൻ ഡീസന്റ് ആന്ന് പറയണം. ചുബാന് പറഞ്ഞു, നിന്റെ ഡീസന്റ് അത് എത്രമാത്രം ഞങ്ങൾ കണ്ടേക്കുന്ന. നീ കൂടുതലൊന്നും പറയണ്ട. നിന്നെ പോലെയുള്ള ഫ്രോഡിനെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വിഷുവായിട്ട് ഇന്നലെ ഞങ്ങൾ അവിടെ പടക്കമൊക്കെ പൊടിച്ച് ആഘോഷിച്ചു. പക്ഷെ സാധാരണഗതിയിൽ അവിടെ ഒരു പടക്കം പൊട്ടിക്കുമ്പോൾ സരവിന്റെ അടുത്ത് 4 പടക്കം പൊട്ടിക്കണ്ട. പക്ഷെ അത് കണ്ടില്ലോ എന്ന് പറയാ. എന്ത് പറ്റി? ആവേശമൊക്കെ ചോർന്നു പോയെന്ന് ചോദിക്കും. ഇത് കേട്ടതും ഒന്ന് ചൂണ്ടയിടാൻ തന്നെ തീരുമാനിച്ചു മനോഹർ ഞാൻ പറഞ്ഞു, ആഘോഷമൊന്നും വേണ്ട. അവിടെ കിരൺ സാറ് വയ്യാതെ കിടക്കുമല്ലേ, അപ്പം നമ്മളിവിടെ കിടന്ന് ആഘോഷിച്ചിട്ട് കാര്യമില്ലോന്ന്. ഓ അതാണോ? ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഞങ്ങളെല്ലാവരും ആഘോഷിച്ചെന്ന് പറയണ. എന്നാലും കിരൺ സാർ അങ്ങനെ കിടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമായിട്ടൊരു കാര്യമല്ലേ നിൽക്കും. എന്ത് മോശം? നിനക്ക് അങ്ങനെയൊക്കെ ഉണ്ടോടാന്ന് നിഷ ചോദിക്കുക. ഓ നിനക്ക് അങ്ങനെ സെന്റിമെന്റ്സ് ഒക്കെ വർക്കാവോ? നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നില്ല എന്ന് പറയാം. അതെ, ചങ്കി കുത്തുന്ന വർത്താനം പറയില്ല നിഷ എന്ന് പറയാ. ചങ്കിലല്ല നിന്നെ കുത്തുന്ന ഞാൻ പറയണില്ല. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നിന്നെ പോലെ ഒരു ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട എന്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാല് കുറച്ച് നാളോടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ. ഭാഗ്യത്തിന് എനിക്കൊരു കുഞ്ഞില്ല. അല്ലെങ്കിൽ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ ഞാൻ പോയേനെ. നിന്നെപ്പോലൊരു അസുഖ ജന്മത്തിന്റെ കുഞ്ഞിനെ ചുമക്കുന്ന നിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ സരയു, അവരെ സമ്മതിക്കണം. പിന്നെ അവർ ചെയ്തു കൂട്ട തെറ്റുകൾക്കൊക്കെ അവർക്കുള്ള ശിക്ഷയാണെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയണം. പിന്നീട് കല്യാണി പറഞ്ഞു, അല്ല നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ അല്ലേ? രാഹുൽ ഇന്ന് വരുമല്ലോ അല്ലേ? വരുമെന്നാ പറഞ്ഞെന്ന് പറയാം. വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിനക്കിട്ടായിരിക്കും കിട്ടാൻ പോണെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ലാന്ന് പറയണം. തൽക്കാലത്തേക്ക് നിന്നെ വെറുതെ വിടുക. നീ ഇൻഫർമേഷനൊക്കെ തരുന്നതല്ലേ, അവിടെ എന്ത് സംഭവിച്ചാലും അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞോണെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ് മനോഹർ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് അവർ തിരിച്ചിറങ്ങി പോവാ. ഈ സമയത്ത്
വന്ദനയുടെ അടുത്ത് എന്നിട്ട് മനോഹർ പറഞ്ഞു, എന്ത് ചെയ്യാനാ? ഓ, എവിടെ ചെന്നാലും ഇവറ്റകളെ കൊണ്ട് ഞാൻ മടുത്തു പോകണമെന്ന് പറയണം. ഈ സമയം ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി വരും ചോദിച്ചു, എന്ത് പറ്റി? ഓ, അങ്ങോട്ട് പോയ സമയത്ത് എല്ലാം കൂടെ എന്റെ കൺമുന്നിൽ വന്ന് പെട്ടെന്നേ അവരെയൊന്ന് മാനേജ് ചെയ്ത് പറഞ്ഞു വിടാം. ഞാൻ പെട്ട പാട്. എല്ലാത്തിനും എന്നെ കല്യാണം കഴിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരാളല്ലേ ഉള്ളൂ. എനിക്ക് അവരെയൊന്നും ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടമുള്ള എന്റെ മോളൂനെ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയണം. എങ്ങനെയുള്ള സോപ്പിട്ട് നിൽക്കണം. ഇപ്പൊ തന്നെ ഇന്ന് തന്നെ 5 കോടി രൂപയെ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ താനൊരു കോടീശനാവും. എല്ലാം കൂടി ഇവിടെ തന്നെ ഞങ്ങൾ താൻ വിലയ്ക്ക് വാങ്ങും എന്നൊരു ചിന്തയൊക്കെ മനോഹരന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയം കല്യാണി പറഞ്ഞു, അവന്റെ പെപ്രാളം കണ്ടില്ലായിരുന്നോ എന്ന് നിഷയോട് പറഞ്ഞു. അത് ശരിയാ, അവനെ കുറച്ചുകൂടി ഇട്ട് നമുക്ക് വെള്ളം കുടിപ്പിക്കണം. അവന് ഒറ്റയടിക്ക് അങ്ങ് തീർത്തിട്ട് കാര്യമില്ലെന്ന് പറയണം. അത് ശരിയാ, ഇനി നമുക്കിങ്ങനെ അവസരം കിട്ടും. അവന്റെ വരുണ്ട കല്യാണത്തിന് തീ തുടിച്ചിരിക്കുന്നതിന് ഇനി ദിവസങ്ങളുണ്ടല്ലോ. അതിന്റെ ഇടയ്ക്ക് നമുക്ക് അവനെ മാക്സിമം ഇട്ട് കുരങ്ങ് കളിപ്പിക്കണം എന്ന് പറയണം. അങ്ങനെ അവർ സന്തോഷത്തോട്ട് പോവാണ്. ഈ സമയത്ത് കിരൺ വൈകുന്നേരം എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ തന്നെ തയ്യാറാക്കി. രാഹുലിനിട്ട് ഇരുട്ടടി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹെൽമെറ്റ് തലയിൽ വെക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ആളറിയാൻ പോകുന്നില്ല, തിരിച്ചറിയാനും പോകുന്നില്ല. ഇപ്പൊ താനാന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കില്ല. കാരണം താൻ തളർന്നു കിടക്കുമല്ലേ, പോരാത്തന്നെ ഓർമ്മശക്തിയും കൂടി ഇല്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട. അങ്ങനെ വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തിരുന്നു. ഈ സമയം രാഹുൽ ശാരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, കുഴപ്പമൊന്നും ഇല്ലോ അല്ലേ? ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമെന്ന് പറയണം. വരുന്നോ കൊള്ളാം, സൂക്ഷിച്ചും കണ്ട് മരണം കേട്ടോ, ചുറ്റും ശത്രുക്കളാന്ന് പറയണം. അതൊന്നും ഓർത്ത് നീ പേടിക്കൊന്നും വേണ്ടെന്ന് പറയാ. അല്ല, അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും കണ്ടോന്ന് ചോദിക്കാം. അവരെ കണ്ടിട്ടൊന്നുമില്ല, അവരെല്ലാം അകത്താന്ന് തോന്നേ. ആ ചന്ദ്രസേനും രൂപയൊന്നും വന്ന ലക്ഷണം കാണുന്നില്ല എന്ന് പറയണം. എന്നാ പിന്നെ കുഴപ്പമില്ല, ഇന്ന് ഞാൻ വരുമെന്ന് ആർക്കും അറിയത്തില്ലോ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടാന്ന് പറയണം. അങ്ങനെ രാഹുൽ ഫോൺ വെച്ചു. ഈ സമയം സരു ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ മേച്ചം പറഞ്ഞെന്ന് ചോദിക്കാം. ദേ അങ്ങേര് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് മോളെ. ദേ അച്ഛനോട് സൂക്ഷിച്ചും കണ്ടൊക്കെ വരാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ആ ചന്ദ്രസേന്റെ ഗുണ്ടുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എങ്ങാനും കണ്ണിപ്പോയിപ്പെട്ട അതോടുകൂടി തീർന്നു പറയണം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലമ്മേ. അച്ഛനെല്ലാം കൈകാര്യം ചെയ്തോളും. അച്ഛനും കൂടി വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയണം. പിന്നീട് അവരങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായി. പാതിരാത്രിയായ സമയത്താണ് രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നത്. രാഹുൽ അങ്ങനെ കാറൊക്കെ പതുക്കെ കൊണ്ട് നിർത്തിയിട്ട് ശബ്ദം ഉണ്ടാക്കാതെ കാറിനകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഈ സമയത്ത് നേരത്തെ തന്നെ കിരൺ എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. കിരണിനറിയാം അവൻ വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ വേണം അവനിട്ട് കൊടുക്കാനായിട്ട്. അവൻ ആരാ എന്താ എങ്ങനെയൊന്നും മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ അടി വീണ് കഴിഞ്ഞാൽ അവന്റെ ബോധം പോണം. ഒരു കാരണവശാലും ആരും അറിയാനും പാടില്ല. അങ്ങനെ രാഹുല് ഡോറൊക്കെ തുറന്ന് പുറത്തിറങ്ങി. ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങുന്നു. വീട്ടിലെത്തി കുഴപ്പമൊന്നും ഇല്ലോന്ന് ഓർത്തുണ്ട്. പക്ഷെ ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് തലക്കിട്ട് അടിയേക്കുന്നത്. ഒന്ന് നിലവിളിക്കാനുള്ള പോലും ഇത് ഗ്യാപ്പ് പോലും കിട്ടിയില്ല. അതിനിപ്പുറം തന്നെ രാഹുൽ ബോധം കിട്ടി താഴേക്ക് വീഴുവാണ്. പിന്നെ തലങ്ങമ്പലം കുറെ എണ്ണം കിട്ടി. രാഹുലിന് ആരാ എന്തായിരുന്നു പോലും ഒന്നും അറിയത്തില്ലായിരുന്നു. കാരണം ഒറ്റയടിക്ക് തന്നെ ബോധം കെട്ടു പോയില്ലേ. നല്ലവണ്ണം അവിടെ ഇട്ട് ചതച്ച് രാഹുലിനിട്ട് ബോധം കെട്ട് വീണ്ടും കിരൺ നല്ലവണ്ണം കൊടുത്തു. കാരണം കിരണിന്റെ മനസ്സിൽ വൈരാഗ്യം കിടക്കുമായിരുന്നു. തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അത് മാത്രമല്ല, ഇവൻ ഇനി ജീവനോടെ ഉണ്ടെങ്കിൽ തന്റെ അച്ഛനെ അമ്മയും കല്യാണിനെയും വെറുതെ വിടത്തില്ല. ഇവന്റെ കൈയും കാലും തല്ലി ഓടിച്ച് അവിടെ കിടത്തണം. ഇവൻ കട്ടില്ല നീ കുറെ കാലത്തിന് എഴുന്നേക്കല്, കുറെ കാലത്തിന് സമാധാനം ഉണ്ടാവും എന്ന് കരുതിയിട്ട് വാശിക്ക് കിരൺ നന്നായിട്ട് അവനെ അങ്ങോട്ട് പെരുമാറി. അതിനുശേഷം കിരൺ അങ്ങോട്ട് പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ടും കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സരിയും ശാരിയൊക്കെ പുറത്തിറങ്ങി നോക്കുവാണ്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും കാറ് കിടക്കുന്നുണ്ട്. ഇതെന്താ രാഹുലേണ്ട കാറാണല്ലോ, ഇതുവരെയായിട്ട് എന്താ? എന്നിട്ട് പെരക്കകത്തേക്ക് കയറി വരാത്തേന്ന് ഓർത്തോണ്ട് അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. വന്നപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. പുറത്ത് ബോധമില്ലാതെ കിടക്കുന്ന രാഹുലിനെ പെട്ടെന്ന് അച്ചാന്ന് വിളിച്ചുകൊണ്ട് സരയും ഓടിച്ചെന്ന് വിളിക്കുകയാണ്. വിളിച്ചു കഴിയുമ്പോഴത്തേനും ചോരക്കകത്ത് കുളിച്ചു കിടക്കുന്ന രാഹുലിനെ കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. സരയു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടൊക്കെയുണ്ട്. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നാളെ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും കാത്തിരുന്ന് രാഹുലിന് നല്ല പണി തന്നെ കിട്ടുന്നുണ്ട്. വേഗാസൻ അങ്ങനെ വീഴുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.